അതിന് അധ്യക്ഷ ജി ഇപ്പോഴവർക്ക് OBC ഓർമ്മ വന്നിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് OBCയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ചിന്ത എന്തായിരുന്നു അതറിയണം. അതേക്കുറിച്ച് സാക്ഷാൽ നെഹ്റുജിയുടെ അഭിപ്രായം എന്തായിരുന്നു അതറിയണം. നെഹ്റുജി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതെങ്കിലും വായിച്ചെങ്കിലും പഠിക്കണം. സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റു സർക്കാർ തന്നെ ഈ തീരുമാനമെടുത്തിരുന്നു. ഭാരതത്തിൽ സംവരണം ഉൾപ്പെടെ ഒരു സഹായത്തിനും OBCക്ക് അർഹതയില്ല, OBCക്ക് അത് ആവശ്യമില്ല. ഇതായിരുന്നു നെഹ്റുവിൻ്റെ തീരുമാനം. ഇത് വേറെ ആരുടെയും തീരുമാനമല്ല. ഈ രാജ്യത്തിൻ്റെ ആദ്യത്തെ സർക്കാരായ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ തീരുമാനമാണ്, നെഹ്റു സർക്കാരിൻ്റെ തീരുമാനമാണ്, വേറെ ആരുടെയും തീരുമാനമല്ല. ഇന്ന് നിങ്ങൾക്ക് OBCയെക്കുറിച്ച് ഓർമ്മ വരുന്നോ? നല്ല കാര്യം തന്നെ. സ്വാതന്ത്ര്യത്തിന് ശേഷം OBCയെക്കുറിച്ച് പഠിക്കാൻ 3 കമ്മീഷൻ വന്നിരുന്നു. ഈ 3 കമ്മീഷൻ ആരാണ് കൊണ്ടുവന്നത്? നിങ്ങളുടെ സർക്കാരാണ് കൊണ്ടുവന്നത്. ഈ 3 കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു നിങ്ങളുടെ ഭരണകാലത്ത് തന്നെ. അന്ന് അത് നടപ്പിലാക്കാൻ ആരാണ് നിങ്ങളെ തടഞ്ഞത്? പൂർണ്ണമായ അധികാരം നിങ്ങൾക്കായിരുന്നില്ലേ? 3 കമ്മീഷൻ റിപ്പോർട്ടും നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ കമ്മീഷൻ്റെ റിപ്പോർട്ട് തന്നെ സഭയിൽ വെച്ചതല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കിയില്ല? കാലേക്കർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാർ നടപ്പിലാക്കിയില്ല? അന്ന് നിങ്ങളല്ലേ ഭരിച്ചിരുന്നത്, നിങ്ങളെ ആരാണ് തടഞ്ഞിരുന്നത്? പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്ന കാലത്ത് നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? അതിനുശേഷം മണ്ഡൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. മണ്ഡൽ കമ്മിറ്റി റിപ്പോർട്ട് ഈ സഭ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ, അതിൽ ചർച്ച ചെയ്തപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് രാജീവ് ഗാന്ധിയാണ്, കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. എന്നിട്ട് നിങ്ങൾ ഇന്ന് OBCയെക്കുറിച്ച് പറയുന്നു. 1 2 3 റിപ്പോർട്ടുകളാണ്. OBCക്ക് കൂടുതൽ സംരക്ഷണം നൽകണം ആവശ്യപ്പെട്ടുകൊണ്ട്, സംവരണം നൽകണം ആവശ്യപ്പെട്ടുകൊണ്ട് പല റിപ്പോർട്ടുകൾ. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പരിഭ്രമം എന്താണെന്ന്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നോക്ക സമുദായത്തിൻ്റെ ഭാഗ്യമാണ് നരേന്ദ്രമോദിയെപ്പോലുള്ള പ്രധാനമന്ത്രി ആ സമുദായത്തിൽ നിന്നും ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയപ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അത് ഈ രാജ്യത്തെ പിന്നോക്ക സമുദായക്കാരുടെ OBCക്കാരുടെ ഭാഗ്യമാണ്. പക്ഷേ രാജപരമ്പരയിൽപ്പെട്ട നിങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ പരിഭ്രമം ഞങ്ങൾക്ക് മനസ്സിലാകും. ശരി, ഇനി നമുക്ക് കണക്ക് വെച്ച് സംസാരിക്കാം. നിങ്ങൾ OBCകളെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഈ സഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ OBC MPമാരുള്ളത് ഏതു പാർട്ടിയിലാണ്? BJPയിലാണ്. ഇന്ത്യയുടെ മുഴുവൻ ചരിത്രം എടുത്താൽ തന്നെയും ഏറ്റവും കൂടുതൽ OBC MPമാരെ പ്രദാനം ചെയ്തത് BJPയാണ്, കോൺഗ്രസ് അല്ല. ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളും നഗരസഭകളും ഭരിക്കുന്ന OBCമാരുടെ ലിസ്റ്റ് എടുത്താൽ അതും BJP സർക്കാരിൻ്റെതാണ്. ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും MLAമാരുടെ കണക്കെടുത്താലും ഏറ്റവും കൂടുതൽ OBC MLAമാരുള്ളത് BJPക്കാണ്. സംശയമുണ്ടോ? സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ OBC മന്ത്രിമാരുള്ളത് BJPയുടെ കാലത്താണ്. പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ OBC മന്ത്രിമാർ ഇന്ന് ഈ രാജ്യത്തുള്ളത്. ബാബാ സാഹേബ് അംബേദ്കറെക്കുറിച്ച് നിങ്ങൾ ധാരാളം പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നത്, അദ്ദേഹത്തിൻ്റെ തീരുമാനമെന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ OBCയിൽപ്പെട്ടവർ, പിന്നോക്ക ജാതിയിൽപ്പെട്ടവർ ഉണ്ടാകണമെന്നായിരുന്നു. ആ താല്പര്യങ്ങൾക്ക് ഒരിക്കലും കോൺഗ്രസ് കൂട്ടുനിന്നിരുന്നില്ല. എന്നാൽ അങ്ങനെ ഭരണതലത്തിലേക്ക് OBCയിൽപ്പെട്ടവരെ, പിന്നോക്ക ജാതിയിൽപ്പെട്ടവരെ, SC/ST വിഭാഗത്തിൽപ്പെട്ടവരെ കൊണ്ടുവന്നത് BJPയാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. ശരിയാണ്, നിങ്ങൾ ചെയ്തു. ആർക്കെങ്കിലും ജോലി ലഭിക്കുന്നതിന് സംവരണം OBCക്കും SCക്കും STക്കും ഒക്കെ നിങ്ങൾ നൽകി. ജോലിയിൽ സംവരണം നടപ്പിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ അംബേദ്കർ വിഭാവനം ചെയ്തത്, അദ്ദേഹം സ്വപ്നം കണ്ടത് ഈ രാജ്യത്തിൻ്റെ ഭരണചക്രത്തിലേക്ക് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ എത്തണമെന്നായിരുന്നു. ആ സ്വപ്നത്തിന് നിങ്ങൾ ഒരിക്കലും കൂട്ടുനിന്നിരുന്നില്ല. എന്നാൽ എനിക്കിനിയും പറയാനുണ്ട്. OBC വിഭാഗത്തിൽ തന്നെ ഏറ്റവും പിന്നോക്ക വിഭാഗമായിട്ട് പരിഗണിക്കപ്പെടുന്ന വിശ്വകർമ്മ വിഭാഗം, ഈ നമ്മുടെ നാട്ടിൽ കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന വിശ്വകർമ്മ യോജന എന്ന പദ്ധതി നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? ആ പദ്ധതി ഈ നാട്ടിൽ അവർക്ക് നൽകാൻ പോകുന്ന ഉയർച്ചയും വളർച്ചയും എത്രത്തോളം വലുതാണെന്ന് ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ബഹളം വെക്കുന്നത്. ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിശ്വകർമ്മ യോജനയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള വിവിധ പദ്ധതികൾ നൽകി. പഞ്ചായത്ത് തലത്തിൽ വരെ വിവിധ സ്കില്ലുകൾ, അവരുടെ കഴിവുകൾ തേച്ചു മിനുക്കിയെടുക്കാനും കൂടുതൽ പരിശീലനം നൽകാനും മോദി സർക്കാർ ശ്രമിച്ചു. അതിനുശേഷം അവർക്ക് തൻ്റെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി ഈടില്ലാതെ വായ്പ നൽകാൻ മുദ്രാ യോജന തുടങ്ങി. അതുകൂടാതെ കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിശ്വകർമ്മ യോജന എന്ന പദ്ധതിയും, ഈടില്ലാതെ വായ്പ നൽകുന്ന പദ്ധതിയും മോദി സർക്കാർ കൊണ്ടുവന്നു. ആ തരത്തിൽ ആ സമൂഹത്തെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് പിടിച്ചുയർത്താനാണ് നരേന്ദ്രമോദി ശ്രമിച്ചത്. അധ്യക്ഷ ജി, താങ്കളും ഒരു കർഷകൻ്റെ പുത്രനാണ്. താങ്കളും ഗ്രാമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, അനുഭവിച്ചിട്ടുണ്ടാവും, അറിയാമല്ലോ. ഗ്രാമീണ മേഖലയിൽ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ അവർക്ക് ചികിത്സിക്കാനുള്ള പണം അവരുടെ കയ്യിൽ കാണില്ല. അത്തരം സമ്പാദ്യമൊന്നും അവർക്കുണ്ടാവില്ല. അവരെന്താണ് ചെയ്യുക? അവർ പണം കടം വാങ്ങാൻ വേണ്ടി പല വീടുകളിൽ പോകും. പണമുള്ള ആളുകളുടെ അടുത്ത് പോയി പണം കടം വാങ്ങാൻ ശ്രമിക്കും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. മാത്രമല്ല അത്തരം ചികിത്സയ്ക്കുള്ള ചിലവുകൾക്ക് വേണ്ടി പലിശക്കെടുക്കുന്ന ആളുകളുമുണ്ട്. തിരിച്ച് ആ പണം കൊടുക്കാൻ കഴിയാതെ, അറിയാമല്ലോ, വലിയ ബുദ്ധിമുട്ടുകൾ, ആത്മഹത്യയിലേക്ക് വരെ പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഗ്രാമങ്ങളിലുള്ളത് ഈ സഭയിലുള്ള എല്ലാവർക്കും അറിയാം.
ദുരിതങ്ങൾ ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ. കാരണം അവർക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ പ്രതിനിധിയായി വന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പാവപ്പെട്ടവരുടെ വിഷമം മനസ്സിലാക്കി അവർക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന എന്ന സൗജന്യ ചികിത്സാ പദ്ധതി. ഒരു വർഷം 5 ലക്ഷം രൂപ വരെ ഒരു കുടുംബത്തിലെ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിന് പാവപ്പെട്ടവരുടെ ദരിദ്രരുടെ വിഷമം അറിയാം. ആ പദ്ധതി പ്രകാരം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സഹായം ലഭിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കാണ്. ഈ രാജ്യത്തെ OBC സമുദായത്തിലൂടെയാണ് അതിൻ്റെ ഗുണം ലഭിച്ചത്. ഈ രാജ്യത്ത് 50 കോടി ആളുകൾക്കാണ് ആ പദ്ധതി പ്രകാരം പ്രയോജനം ലഭിക്കുന്നത്. ആ പദ്ധതി പ്രകാരം 28 കോടി ആളുകളാണ് ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതി ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്ത് സൗജന്യ ചികിത്സ നേടിയത്. ഇന്ന് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയ്ക്ക് ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ആവശ്യം ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കില്ല. അതാണ് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കിയ മാറ്റം. മോദി സർക്കാരിൻ്റെ വികസിത ഭാരത സങ്കല്പ യാത്രയുടെ ഭാഗമായി എനിക്ക് എല്ലാ ഗ്രാമങ്ങളിലും പ്രചാരണ പരിപാടിയുമായി പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ഈ പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണപ്പെട്ട സ്ത്രീയോട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അവരുടെ കുടുംബത്തിലെ 5 പേർക്കും ഡെങ്കു വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, പഴയ കാലമായിരുന്നെങ്കിൽ 5 പേർക്കും ഡെങ്കു വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ഹോസ്പിറ്റൽ പോലും ഉണ്ടായിരുന്നില്ല ഗ്രാമങ്ങളിൽ. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ വന്ന് ഹോസ്പിറ്റലുണ്ട്, സൗജന്യമായി ചികിത്സ നടത്താൻ ആയുഷ്മാൻ ഭാരത് യോജനയുണ്ട്. അത് കാരണം ആ 5 പേർക്കും ഡെങ്കു വന്ന അവരുടെ കുടുംബത്തിലെ 5 പേർക്കും 1 രൂപ പോലും ഹോസ്പിറ്റലിൽ കൊടുക്കാതെ പൂർണ്ണമായും ആയുഷ്മാൻ കാർഡ് ഉണ്ടായതുകൊണ്ട് 5 പേരുടെയും ചികിത്സ നടത്താൻ പറ്റി. 1 രൂപ പോലും ചിലവായില്ല. 5 പേരുടെയും ജീവൻ രക്ഷിച്ചു. അതിന് അവർ നരേന്ദ്രമോദിയോട് നന്ദി പറയണമെന്ന് എന്നോട് പറഞ്ഞു. അതാണ് ഈ രാജ്യത്ത് നടക്കുന്ന മാറ്റം. അത് മനസ്സിലാക്കുന്ന സാധാരണക്കാർ ഇവിടെയുണ്ട്. അവിടെ ഇത്തരം OBC രാഷ്ട്രീയം, ജാതിക്കളി, രാഹുൽ ഗാന്ധിയുടെ നാടകങ്ങളൊന്നും നടക്കില്ല. അധ്യക്ഷജി, അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.